നമസ്കാരം. ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. സ്വർണ്ണ വിപണിയിൽ മുമ്പൊരിക്കലും കാണാത്ത തരത്തിലുള്ള അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളാണ് ഓരോ മണിക്കൂറിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണവില ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, എന്തുകൊണ്ടാണ് ഈ വലിയ കയറ്റിറക്കങ്ങൾ, സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഇന്നത്തെ ഏറ്റവും പുതിയ വിലയിലേക്ക് വരാം. ഇന്ന് മാർച്ച് 4, 2026. കേരളത്തിൽ 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന് 15,080 രൂപയാണ് വില. അതായത് 1 പവൻ സ്വർണത്തിന് ഇന്ന് നിങ്ങൾ നൽകേണ്ടി വരിക 1,20,640 രൂപയാണ്. ഒരു കാര്യം ഓർക്കുക, ഈ മാസത്തിന്റെ തുടക്കത്തിൽ അതായത് മാർച്ച് 1-ന് പവൻ വില 1,26,920 രൂപ എന്ന റെക്കോർഡ് ഉയരത്തിലായിരുന്നു. അവിടെ നിന്ന് ഏകദേശം 4,000 രൂപയുടെ കുറവ് കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. 24 ക്യാരറ്റ് ശുദ്ധമായ സ്വർണത്തിന് ഗ്രാമിന് 16,364 രൂപയാണ് ഇന്നത്തെ നിരക്ക്. എന്തുകൊണ്ടാണ് സ്വർണ്ണവിലയിൽ ഇത്ര വലിയ ചാഞ്ചാട്ടം ഉണ്ടാകുന്നത്? ഇതിന് പിന്നിൽ ലോകം ഉറ്റുനോക്കുന്ന 3 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമതായി, പശ്ചിമേഷ്യയിലെ അതീവ ഗുരുതരമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന ഭീഷണി ആഗോള വിപണിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ലോകത്തെ എണ്ണക്കടത്തിന്റെ വലിയൊരു ഭാഗം നടക്കുന്ന ഈ പാത തടസ്സപ്പെട്ടാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കും. ഇത്തരം ഘട്ടങ്ങളിൽ ലോകമെമ്പാടുമുള്ള വൻകിട നിക്ഷേപകർ തങ്ങളുടെ പണം സുരക്ഷിതമായി വെക്കാൻ തിരഞ്ഞെടുക്കുന്നത് സ്വർണമാണ്. ഇതാണ് വില ഇത്രയധികം ഉയരാൻ പ്രേരിപ്പിച്ചത്. രണ്ടാമത്തെ കാരണം അമേരിക്കയിലെ ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ ഡോളർ ശക്തിയാർജിച്ചത് സ്വർണത്തിന് ചെറിയൊരു തിരിച്ചടിയായിട്ടുണ്ട്. ഡോളർ ഇൻഡെക്സ് 6 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലാണിപ്പോൾ. സാധാരണഗതിയിൽ ഡോളർ കരുത്തനാകുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുറയാറുണ്ട്. ഇതിനൊപ്പം തന്നെ അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ മങ്ങുന്നതും സ്വർണ്ണവിലയിൽ ചെറിയൊരു ഇടിവിന് കാരണമായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ലാഭമെടുപ്പാണ്. സ്വർണ്ണവില പവൻ 1.26 ലക്ഷം കടന്നപ്പോൾ പല വലിയ നിക്ഷേപകരും തങ്ങളുടെ കൈവശമുള്ള സ്വർണം വിറ്റ് ലാഭമെടുക്കാൻ തുടങ്ങി. ഇതിന്റെ ഫലമായാണ് കഴിഞ്ഞ 2 ദിവസമായി വിലയിൽ ചെറിയൊരു കുറവ് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ ഈ കുറവ് താൽക്കാലികമാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി നമുക്ക് വെള്ളിയുടെ കാര്യം നോക്കാം. സ്വർണത്തേക്കാൾ വേഗത്തിലാണ് വെള്ളി വില കുതിക്കുന്നത്. ഇന്ന് കേരളത്തിൽ 1 ഗ്രാം വെള്ളിക്ക് 295 രൂപയാണ് വില. വ്യാവസായിക ആവശ്യങ്ങൾക്കായി പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്, സോളാർ പാനൽ മേഖലകളിൽ വെള്ളിയുടെ ഉപയോഗം വർദ്ധിക്കുന്നത് വില കൂടാൻ കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ വെള്ളിയുടെ മൂല്യത്തിൽ 100%-ലധികമാണ് വർധനവുണ്ടായത്. ഇന്നത്തെ കാലത്ത് സ്വർണം വാങ്ങുന്ന രീതിയിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ ജ്വല്ലറിയിൽ പോയി സ്വർണം വാങ്ങുന്നത് മാത്രമായിരുന്നു രീതി. എന്നാൽ ഇന്ന് ഡിജിറ്റൽ ഗോൾഡ് ETF എന്നിവയ്ക്ക് വലിയ പ്രചാരമുണ്ട്. 2026-ലെ കണക്കനുസരിച്ച് ഏകദേശം 5 കോടിയിലധികം ആളുകൾ ഇന്ത്യയിൽ ആപ്പുകൾ വഴി ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നുണ്ട്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വെറും 1 രൂപയ്ക്ക് പോലും നിങ്ങൾക്ക് സ്വർണം വാങ്ങാം എന്നതാണ്. പണിക്കൂലിയോ GST ഇതിൽ വലിയ ബാധ്യതയാകുന്നില്ല. എങ്കിലും ദീർഘകാല നിക്ഷേപത്തിന് ഏറ്റവും നല്ലത് ഗോൾഡ് ETFകളോ സോവറിൻ ഗോൾഡ് ബോണ്ടുകളോ ആണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി സാധാരണക്കാർ ചോദിക്കുന്ന പ്രധാന ചോദ്യമുണ്ട്. ഇപ്പോൾ സ്വർണം വാങ്ങുന്നത് നഷ്ടമാണോ എന്നതാണ്. നോക്കൂ, ഇപ്പോൾ വിപണിയിൽ ഒരു തിരുത്തൽ നടക്കുകയാണ്. അതായത് റെക്കോർഡ് വിലയിൽ നിന്ന് അല്പം താഴേക്ക് വരുന്നുണ്ട്. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമായി കാണാം. എങ്കിലും നിങ്ങളുടെ പണം മുഴുവൻ ഒന്നിച്ച് സ്വർണത്തിലിടാതെ ഓരോ മാസവും ചെറിയ അളവിൽ സ്വർണം വാങ്ങുന്ന ഗോൾഡ് SIP രീതി പിന്തുടരുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ജ്വല്ലറികളിൽ പോയി സ്വർണം വാങ്ങുമ്പോൾ ഹോൾമാർക്കിംഗ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. 2026-ൽ നിയമങ്ങൾ കൂടുതൽ കർശനമാണ്. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം വാങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാണ്. അതുപോലെ GST 3% ഈടാക്കുന്നതെന്നും ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ ലോക സാഹചര്യങ്ങൾ അശാന്തമായി തുടരുന്നിടത്തോളം സ്വർണത്തിന് ഇനിയും തിളക്കം കൂടാനാണ് സാധ്യത. ചെറിയ ഇടിവുകൾ കണ്ട് പരിഭ്രമിക്കേണ്ടതില്ല. മറിച്ച് അതൊരു വാങ്ങാനുള്ള അവസരമായി കാണുന്നവരാണ് വിപണി ലാഭമുണ്ടാക്കുന്നത്. സ്വർണ്ണവിലയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും സാമ്പത്തിക വിശകലനങ്ങൾക്കുമായി ഇക്കണോമിക് ടൈംസ് മലയാളം ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. സ്വർണ്ണവില ഇനിയും താഴുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. സ്വർണ്ണത്തിലോ മറ്റ് ആസ്തികളിലോ പണം ഇടുന്നതിന് മുൻപ് കൃത്യമായി പഠനം നടത്തുകയോ ഒരു സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വിലയിൽ വ്യത്യാസങ്ങൾ വരാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിലവിലെ വിപണി സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഏതൊരു നിക്ഷേപവും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം നടത്തുക.